വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് 7. അപ്പം നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ആക്ച്വലി പ്രൈസ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി, അതായത് ഒരു എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഇസ് വെരി യൂസ്ലെസ് എന്ന് ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് വോളിയം, ഒന്ന് പ്രൈസ് ആക്ഷൻ, അല്ലേ? അപ്പോൾ പ്രൈസ് ആക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? പ്രൈസ് ആക്ഷൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടും എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി 10 ക്യാൻഡിൽസ് 30 ക്യാൻഡിൽസ് അല്ലെ 15 ക്യാൻഡിൽസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നു. അതല്ല ആക്ച്വലി പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം ചാർട്ടിൻ്റെ. സോ 2022 വരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടം വരെയും കിട്ടി. ഓക്കെ, ഇതിലെ കുറേ പുറകിലുള്ള അപ്പം NSEയുടെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലോ പ്രകാരം ഇവിടം വരെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇവിടം വരെയാണ് മാർക്കറ്റ്, അല്ലേ? അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? മാർക്കറ്റിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നത് ഇതുപോലെ ആയിരിക്കണം. ഈ ഒരു വൈറ്റ് സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. എപ്പോഴും നമുക്കൊന്നും അറിയത്തില്ല. അപ്പം നമ്മളെ മാർക്കറ്റ് കാണിച്ച് താ, അപ്പം ഞാനും എൻഗേജ് ചെയ്യാനകത്ത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാർക്കറ്റിൻ്റെ ഒപ്പം പോകുക എന്ന് പറയുന്ന ഒരു ക്ലീൻ മൈൻഡോട് കൂടി, അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, നമ്മളൊരു പ്യുവർ സോളായിട്ട് അങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ നീങ്ങേണ്ടതെന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന കമാൻഡുകൾ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിനോട് നമ്മൾ പറയണേ, മാർക്കറ്റ് നമുക്കൊന്നും അറിയത്തില്ല, ഓക്കെ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണിച്ചതാണ്, അപ്പം ഞാൻ അതിനകത്ത് കയറാം. So let us understand what we are going to learn and deep dive into the concept of price action with respect to the volume. All right. Now let us see some sort of entries മാത്രമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എൻട്രി കാണുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് ആക്ഷൻ മൊത്തത്തിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ റീഡ് ചെയ്യാനും പറ്റും. ഡിഫറൻറ്റ് അനലിറ്റിക്സിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള സെറ്റപ്പ് നിങ്ങൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ എക്സാക്ട്ലി ചിന്തിക്കണമെന്നൊന്നുമില്ല. അപ്പം കൃത്യമായിട്ട് കാണുമ്പോൾ ടാർഗറ്റ് മാർക്ക് ചെയ്യുന്ന എവിടെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, വെരി സിമ്പിൾ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ, അതായത് പ്രൈസ് ആക്ഷൻ 1 2 3 4 5 6 7 ആണിത്. ഇത്രയും പാടുപെട്ട് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതിനാണ്. യു നീഡ് ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാടുപെട്ട് ഇതെല്ലാം എഴുതിയും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ നമുക്ക് ഇവിടെ വരുമ്പോൾ മാർക്കറ്റിൻ്റെ അടുത്ത് നമുക്കൊന്നും അറിയത്തില്ല. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വി ഫോർമേഷൻ. സെക്കൻഡ്, ലിക്വിഡിറ്റി ഐഡന്റിഫിക്കേഷൻ. തേർഡ്, കൺജഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം കൺജഷനുള്ള ഏരിയയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, റൈറ്റ്? റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയാണ് നമ്മുടെ ഏരിയ, ഓൾ റൈറ്റ്? അപ്പോൾ ലിക്വിഡിറ്റി അവിടെ 2 ലെവലിൽ ക്ലിയർ ഔട്ട് ചെയ്തോളെ. സോ എങ്ങനെയാണ് ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുന്നത് നോക്കാം. പ്രൈസിങ് താഴോട്ട് വരും. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് എനി സ്ട്രക്ചർ, ഓക്കെ, വി വിൽ പാർട്ടിസിപ്പേറ്റ് ഫോർ ബൈയിങ്, ഓൾ റൈറ്റ്? നൗ എന്തിനാണ് നോക്കുന്നത്? മാർക്കറ്റിൻ്റെ അത്യന്തികമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ബൈ ആൻഡ് സെൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കൺജഷൻ വന്നുകൊണ്ടിരിക്കുന്നു, ഓൾ റൈറ്റ്? സോ കൺജഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളുടെ സെറ്റപ്പ് ഈസ് നിയറിങ് എന്നതാണ് അതിൻ്റെ അർത്ഥം. സോ കൺജഷൻ, is it a V formation? Yes, it's a V formation. So V formation എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്. കൺജഷൻ ലിക്വിഡിറ്റി ആൻഡ് V formation ലിക്വിഡിറ്റി, റൈറ്റ്? കൺജഷൻ ലിക്വിഡിറ്റി ആൻഡ് V formation ലിക്വിഡിറ്റി, ഓൾ റൈറ്റ്? അപ്പം ഇതിനകത്ത് നമ്മൾ വോളിയം കൂടെ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഈ V formation ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ വോളിയം ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, റൈറ്റ്? സെക്കൻഡറി തിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ലിക്വിഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും, അതായത് പ്രൈസ് നേരെ താഴോട്ട് വരുമല്ലോ, ഇങ്ങനെ പ്രൈസ് ഇവിടുന്ന് നേരെ താഴോട്ട് വരും. അതായത് ഇവിടുന്ന് നേരെ പ്രൈസ് ഇവിടെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ വരുന്ന മൂവ്മെൻറ്റ് പോലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. വോളിയം ഡിസ്കൗണ്ടിങ് ഒക്കെ ഒത്തിരിയധികം നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചുമ്മാതെ ഒരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ചാർട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, ഓൾ റൈറ്റ്? നൗ ഇതാണ് നമ്മളുടെ ഇത് നമ്മുടെ V formation liquidity. ദിസ് ഈസ് കൺജഷൻ ലിക്വിഡിറ്റി. സോ പ്രൈസ് ടാപ്സ് ഹിയർ, യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. വെൻ പ്രൈസ് ടാപ്സ് ഹിയർ, യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. സോ 100% നമുക്കിത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സോ സംടൈംസ് ഈ സെറ്റപ്പ് ഫെയിൽ ആവും, സംടൈംസ് ഭയങ്കര വിനിങ് ആയിരിക്കും, ഓൾ റൈറ്റ്? അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്, ഓൾ റൈറ്റ്? നൗ കൺജഷൻ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺജഷൻ ലിക്വിഡിറ്റി ആൻഡ് V formation ലിക്വിഡിറ്റി, ദർ ആർ 2 ലിക്വിഡിറ്റി. അപ്പം ഈ എല്ലാ V formation ലിക്വിഡിറ്റിയാണ് എക്സ്ട്രീം ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും V ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തിരിക്കും. അത് ഇപ്പോൾ ചാർട്ടിനകത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് നടക്കാൻ പോകുന്നതെന്നുള്ളത്, ഓൾ റൈറ്റ്? അപ്പോൾ ഇന്ന് വെച്ച് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മാർക്കറ്റിൽ, ഓൾ റൈറ്റ്? അപ്പോൾ നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത്, യു വിൽ ലുക്ക് അറ്റ് ദ വോളിയം. വാട്ട് ഈസ് ഹി ഡൂയിങ് എക്സാക്ട്ലി? ദാറ്റ്സ് ഇറ്റ്. സോ യു വിൽ ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഫോർ ദ വോളിയം. വോളിയം ഇവിടെ പോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വോളിയം ക്യാൻഡിൽ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡിസിഷൻ വരാൻ പോകുന്നത്. അല്ലാതെ എന്ത് ഡിസിഷൻ എടുത്താലും മാർക്കറ്റ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് പ്യുവർ നോൺസെൻസ്. അണ്ടർസ്റ്റുഡ്? അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പ്യുവർ നോൺസെൻസ്. ഓൺലി തിങ് ഇതിനകത്ത് ഒരു മീനിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണത്? ക്യാൻ യു ആൻസർ? ജസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ബിഫോർ ഐ എം ടെലിംഗ് യു ദ ആൻസർ, ഇഫ് യു ക്യാൻ ടെൽ മീ ദ ആൻസർ, ദെൻ യു ആർ എക്സലന്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എവരിതിങ്. പറയാൻ പറ്റുമോ? അതായത്
പ്രൈസ് ആക്ഷൻ ഇസ് പ്യുവർ നോൺസെൻസ് എന്ന് ഞാൻ പറഞ്ഞു, റൈറ്റ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഈവൻ ദ ബിഗ് ബോയ് ഡസൻ നോ വാട്ട്, എപ്പോഴാണ് ആ ബിഗ് ബോയ്ക്ക് ഡാം ക്രേസി ആകാൻ പോകുന്നത് എന്ന് ബിഗ് ബോയ്ക്ക് പോലും അറിയത്തില്ല, റൈറ്റ്. ബിക്കോസ് അവിടുത്തെ ഓർഡേഴ്സിൻ്റെ ഫില്ലിംഗ് മെക്കാനിസം ഫുള്ളി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബിഗ് ബോയ് ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓർഡർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഒറ്റ കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. എന്താണത്? വോളിയം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, റൈറ്റ്. നൗ ഇഫ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രിൻറ്റ് ചെയ്ത് വരുന്ന ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വോളിയം ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റിൽ എത്രമാത്രം ഓർഡേഴ്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ വോളിയം എന്ന് പറയുന്നത് ആക്ച്വലി. സോ നൗ ഇഫ് പ്രൈസ് ആക്ഷൻ ഈസ് നോട്ട് നോൺസെൻസ്, ഓക്കെ, പ്രൈസ് ആക്ഷൻ നോൺസെൻസ് അല്ലാതെ നമുക്ക് വരുന്ന ഒരൊറ്റ സിനാരിയോ മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് ദാറ്റ്? ഈ പ്രൈസ് ആക്ഷൻ നമ്മളെ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? യു ആൻസർ ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആൻസർ കിട്ടിയോ ഇല്ലയോ നോക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ് us pause ഫോർ സം ടൈം. പ്രൈസ് ആക്ഷൻ എന്താണ് നമ്മളെ കാണിച്ചു തരുന്നത്? എന്താണ് നമുക്ക് അവിടെ കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് തോന്നുന്നത്? എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താണ് ആ കാര്യം? നൗ ലെറ്റ് us say it's about liquidity. You can spot out only liquidity points in the chart, right? So ഇങ്ങനെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ there is liquidity, right? There is liquidity, right? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, എല്ലായിടത്തും ലിക്വിഡിറ്റി ഉണ്ട്. സോ മോസ്റ്റ്ലി ഈ ലിക്വിഡിറ്റി പോയിന്റ്സ് മാത്രം പ്രൈസ് ആക്ഷൻ്റെ ഈ ഡൈനാമിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതർവൈസ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൺസെപ്റ്റും ലോവർ ലോ, ഹയർ ഹൈ, റൈറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് എ ട്രെൻഡ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇത് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, താഴോട്ട് പോകുമ്പോൾ പറയുമ്പോൾ താഴോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ഇവിടെ പ്രൈസ് വന്നു, ഓക്കെ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഉടനെ തന്നെ ഷിഫ്റ്റ് ട്രെൻഡായി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിളിക്കുന്ന ആ ടെക്നിക്കൽ ഡിസൈൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ടെക്നിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത്, ടെക്നിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ടെക്നിക്കൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ അതായതുകൊണ്ട് അതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ ദ പീപ്പിൾ ഹു ക്രിയേറ്റഡ് ഓൾ ദോസ് തിങ്സ് അവരെന്താണ് ഇഗ്നോർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇഗ്നോർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി. ഇവിടെ ആക്ച്വലി എന്താണ് ഇവിടെ എത്രമാത്രം ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇഗ്നോറിങ്. അങ്ങനെ വരുമ്പോഴത്തേനും യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? നമുക്ക് ആ ഡെപ്ത് മനസ്സിലാവോ? ഇല്ല. വോളിയം ഇഗ്നോർ ചെയ്യും. ഏതെല്ലാം സ്ക്രീൻസിൽ കൂടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തെല്ലാം കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും, അതിനകത്തെല്ലാം പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇറ്റ് ഇസ് പ്യുവർ നോൺസെൻസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്യുവർ നോൺസെൻസ് ആണോ? അല്ല. ബിക്കോസ് നോൺസെൻസ് അല്ലാതെ ആകുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് നമുക്ക് നോൺസെൻസ് അല്ലെന്ന് പറയാൻ പറ്റുന്നത്? നോ, ഓൺലി തിങ് ഈസ് ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും. സോ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് മേക്സ് ഇറ്റ്സ് ഓൺ മൂവ്മെന്റ് വിത്തൗട്ട് ക്വാണ്ടിറ്റി. നോ, ശരിയല്ലേ? ക്വാണ്ടിറ്റി ഇല്ലാതെ പ്രൈസ് മൂവ്മെന്റ് നടക്കുമോ? ഇല്ല. അവിടെ എന്തെങ്കിലും സാധനം അവിടെ എക്സ്ചേഞ്ച് ചെയ്താലല്ലേ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരുള്ളൂ, അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ഇവിടെ താഴെ വരുള്ളൂ. അങ്ങനെയല്ല അതിൻ്റെ കണക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് രണ്ടും ക്ലബ് ചെയ്ത് റീഡ് ചെയ്യാൻ പഠിക്കണം. ഒരു സാധനം മാത്രമല്ല, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ, ഡിഫറൻറ്റ് അനലറ്റിക്സിൽ നമ്മൾ വോളിയത്തിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം, അല്ലേ? പ്രൈസ് ആക്ഷൻ വോളിയം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്, അല്ലേ? ഇവിടെ നമുക്ക് താഴെ കാണുന്ന വോളിയം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? സോ ഇവിടെ നമ്മൾ ഈ താഴെ കാണുന്നത് ഇവിടെ വോളിയം വരുമ്പോൾ ദിസ് ഈസ് വോളിയം ബൈ ടൈം എന്ന് പറയുന്നത്, വോളിയം ബൈ ടൈം. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. ഐ തിങ്ക് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്ന് തോന്നുന്നു. വോളിയം ബൈ ടൈം, അല്ലേ? ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തോരം വോളിയം ഇവിടെ നടന്നു എന്നുള്ളതാണ് ഇവിടെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പ്രൈസ് ഇങ്ങനെ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവിടെ നടത്തിയിരിക്കുന്ന വോളിയം? ഇവിടെ വോളിയം നടന്നു, അല്ലേ? ഇവിടെ വോളിയം ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടന്നു എല്ലായിടത്തും നടന്നു, അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ താഴെ നോക്കുമ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തേരം വോളിയം നടന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത്, റൈറ്റ്, അല്ലേ? ഇവിടെ നിന്നിട്ട്, അതായത് 9:10 തൊട്ട് 9:15 വരെ മാർക്കറ്റ് ഇവിടെ നിന്ന് 5 മിനിറ്റ് ട്രേഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു വോളിയം ജനറേറ്റ് ചെയ്തു. ദാറ്റ്സ് വാട്ട് യു ആർ സീയിങ് ഹിയർ, അല്ലേ? ഇവിടെ നമ്മൾ താഴെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ വോളിയം ബൈ ടൈം, ദാറ്റ്സ് വാട്ട് യു സീ നൗ. അപ്പം ഇങ്ങനെ ഇവിടെ പക്ഷേ വോളിയം ബൈ ടൈമിനകത്ത് നോക്കുമ്പോഴത്തേനും ഇവിടെ എന്താണ്? ഇവിടെ വോളിയം നടക്കുന്നുണ്ട്, അല്ലേ? ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പല വോളിയം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വോളിയം ബൈ ടൈമിൽ സിംഗിൾ വേയിൽ മാർക്കറ്റിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിംഗിൾ ഡയമെൻഷൻ, ഒരു വൺ വേ ഡയമെൻഷനാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡറി ഡയമെൻഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോ വോളിയവും ഇവിടെ ഡിഫറൻറ്റ് പ്രൈസിന് ഇവിടെ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ നമ്മൾ പറയുന്ന പേരാണ് വോളിയം. എന്താണ്? വോളിയം ബൈ പ്രൈസ്, അല്ലേ? സോ നോ, ദിസ് ഈസ് 2 ഡിഫറൻറ്റ് അനലിറ്റിക്സ്. മനസ്സിലായോ? വോളിയം ബൈ പ്രൈസ്, ബിക്കോസ് പ്രൈസിനനുസരിച്ച് വോളിയം എത്ര വോളിയങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 24,490 ഒരു വോളിയം നടന്നു. എത്ര വോളിയം നടന്നു? 489 എത്ര നടന്നു? 485 എത്ര നടന്നു? 450 എത്ര നടന്നു? 470 ഇവിടെ വരുമ്പോഴത്തേന് എത്ര വന്നു? 75 എത്ര നടന്നു, അല്ലേ? ഇവിടെ വരുമ്പോഴത്തേന് 475. ഓക്കെ, 475. ഇവിടെ 476, 77, 78, 79, 80, 480, അല്ലേ? ഇങ്ങനെ 480. അപ്പോൾ അത്രയും
അത്രയും വോളിയം നമ്മൾ ഏതെല്ലാം ഡിഫറൻറ്റ് പ്രൈസ് മെട്രിക്സിൽ നമ്മൾ നോക്കുന്നു ഇതെല്ലാം നടക്കുന്നു എന്നുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് രീതിയിലാണ് വോളിയം നടക്കുന്നതെന്ന് പറയുന്നത്. സോ വോളിയം ബൈ ടൈം ആൻഡ് വോളിയം ബൈ പ്രൈസ്. നൗ ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. അപ്പോൾ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് കോമൺ സെൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വോളിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഡിഫറൻറ്റ് എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പ്ലോട്ട് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എല്ലാം നോക്കാം. അപ്പോൾ ഈ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈസ് ഇറ്റ് വോളിയം ബൈ പ്രൈസ് ഓർ ഈസ് ഇറ്റ് വോളിയം ബൈ ടൈം? ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. സോ നമുക്ക് ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ഒന്നും അറിയത്തില്ല, തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താണ് തുടങ്ങുന്നത്? ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല. ക്ലിയർ? ഓക്കെ. മാർക്കറ്റ് നീ എന്നെ ഓപ്പർച്യൂണിറ്റി കാണിച്ചാൽ അപ്പം ഞാൻ അവിടെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നദി ഒഴുകുന്നവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചഷൻ വരുമ്പോൾ നമ്മൾ നിർത്തും. ഓൾ റൈറ്റ്. കഞ്ചഷൻ വരുമ്പോൾ നിർത്തും. 1 2 3 4 ഓൾ റൈറ്റ്. സി കഞ്ചഷൻ വന്നു. കറക്റ്റ്. കഞ്ചഷൻ വന്നു. അപ്പം നമ്മൾ നോക്കുന്നത് ഈസ് ഇറ്റ് എ വി ഫോർമേഷൻ. അപ്പം ഈ വി ഫോർമേഷൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ വി അല്ലേ. അപ്പോൾ താഴെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ കഞ്ചഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. സോ നമുക്ക് വി ഫോർമേഷൻ കാണണം, കഞ്ചഷൻ വരണം, ലിക്വിഡേഷൻ പോയിന്റ് എവിടെയാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓൾ റൈറ്റ്. സോ വീണ്ടും പ്രൈസ് മുകളിൽ പോകുന്നു. ഓക്കെ. ഓൾ റൈറ്റ്. ഇതെന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ ഇതിലാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓൾ റൈറ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു വലിയ വി ഫോർമേഷൻ പോലെ നമ്മൾ കാണുന്നു അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വി ഫോർമേഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ, ഒരു ചാനൽ പാറ്റേൺ. എന്നിട്ട് കഞ്ചഷൻ വരുന്നു. കറക്റ്റ്. ഇതിൻ്റെ കഞ്ചഷൻ വന്നു. സോ ലിക്വിഡിറ്റി ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി 2 ലിക്വിഡേഷൻ പോയിന്റ്സ് ആണ്. ഒന്ന് വി ഫോർമേഷൻ ലിക്വിഡിറ്റി, 2 കഞ്ചഷൻ ലിക്വിഡിറ്റി. റൈറ്റ്. രണ്ടുമുണ്ട്. റൈറ്റ്. നൗ കഞ്ചഷൻ ലിക്വിഡിറ്റി. നൗ ലെറ്റ്സ് മാർക്ക് ഔട്ട് കഞ്ചഷൻ ലിക്വിഡിറ്റി. സി നമുക്കിവിടെ കഞ്ചഷൻ ലിക്വിഡിറ്റി മാർക്ക് ഔട്ട് ചെയ്യുന്നു. സോ പ്രൈസ് ഈ കഞ്ചഷൻ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യും. ഷുവർ അല്ലേ? അപ്പം കഞ്ചഷൻ ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മൾ നോക്കുന്നത് ആ ലിക്വിഡേഷൻ പ്രോസസ്സിൽ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് വോളിയം. റൈറ്റ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് വോളിയം നോക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിൽ ഏതാണ്? ഇതുണ്ട് 406 430. ഇവിടെ നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ 341 406 430 466 540 466. റൈറ്റ്. 430 466. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വന്നാക്കുന്നത്. ഇതുകൊണ്ട് ഈ വോളിയം ക്യാൻഡിലുണ്ട്, ഇതുകൊണ്ട്. സോ നൗ പ്രൈസ് റിട്ടേൺ ചെയ്യുമ്പം രണ്ട് രീതിയിൽ പ്രൈസ് എന്താണ്, പ്രൈസ് ഹാസ് ടു ഡീൽ വിത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റില്ലേ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വീണ്ടും വേറെ ക്ലാസ്സിൽ എടുക്കാം. റെസിസ്റ്റൻസ്. ഓക്കെ. ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ വന്നു. ഓക്കെ. ഇങ്ങനെ താഴോട്ട് വന്നു. ഓൾ റൈറ്റ്. ഇങ്ങനെ വന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ആദ്യം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബൈ പൊസിഷൻ നടത്തുവാണെന്ന് വിചാരിച്ചു. ബൈ ചെയ്യുമ്പോഴത്തേനും യു വിൽ നോട്ട് കീപ് യുവർ ടാർഗറ്റ് ഹിയർ അല്ലേ. എല്ലാത്തിൻ്റെ മുകളിൽ കൊണ്ട് ടാർഗറ്റ് വെച്ചിട്ട് ഓക്കെ ഞാൻ ഇവിടെ വന്നിടുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നുള്ളതെന്ന് വെച്ച് അങ്ങനെ ബലം പിടിച്ചിരിക്കാൻ പറ്റുമോ? ബിക്കോസ് എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ നേരെ തിരിച്ചു വരുമ്പം ഹി ഹാസ് ടു ഡീൽ വിത്ത് ദിസ്. സംബഡി വിൽ ബി സെല്ലിംഗ്. ഇവിടെ വരുമ്പോഴത്തേനും സംബഡി വിൽ ബി സെല്ലിംഗ്. ഇവിടെ വരുമ്പോഴത്തേനും സംബഡി വിൽ ബി സെല്ലിംഗ്. ഇവിടെ വരുമ്പോഴത്തേനും സംബഡി വിൽ ബി സെല്ലിംഗ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നോബഡി. നമ്മളുടെ വേയിൽ നമ്മളിവിടെ നിന്ന് ബൈ ചെയ്യുന്നതോർത്തോട്ട് നമ്മളുടെ വേയിൽ പോകുന്ന വഴിക്ക് ആരും ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രൈസ് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. വെൻ പ്രൈസ് ഈസ് അപ്രോച്ചിങ് ദിസ് ഏരിയ, when price is approaching this area, it will face some type of resistance. Why it is so? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മേ ബി പ്രൈസ് ഇവിടെ വരുമ്പോൾ ഐ വിൽ പാർട്ടിസിപ്പേറ്റ് ഫോർ സെല്ലിംഗ്, സംബഡി വിൽ ബി സെല്ലിംഗ് ഓർ സംബഡി ബോട്ട് ഫ്രം ഹിയർ വിൽ ബി ബുക്കിംഗ് അല്ലേ. ഇവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും, സെല് ചെയ്യാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഈ എല്ലാ ഹൈസിൻ്റെ ലോസിൻ്റെ എല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കും അല്ലേ. 3 ടൈപ്പ് ഓഫ് പ്രൈസ് ആക്ഷൻ പാർട്ട് 5 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ഓർഡേഴ്സാണ് ഓരോ സ്വിംഗ് ഹൈസിൻ്റെയും സ്വിംഗ് ലോസിൻ്റെയും അവിടെ എല്ലാം പ്രൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് വരുമ്പോഴത്തേനും ആ ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി പ്രൈസ് ഒന്ന് താഴെ വരും, വീണ്ടും പ്രൈസ് കയറി വരും. സോ വീണ്ടും പ്രൈസ് ഇവിടെ വരെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സംബഡി വിൽ ബി സെല്ലിംഗ് ആക്കി. സോ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര മുൾക്കിരീടങ്ങൾ വെച്ചിരിക്കുകയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, പക്ഷേ അവിടെ എൻഗേജ് ചെയ്യുന്ന വോളിയം കൂടെ ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ് ആക്ച്വലി. ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പ്രൈസ് എക്സാക്ട്ലി ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് വിൽ കം ഡൗൺ ഓർ ഇറ്റ് വിൽ ഗോ അപ്പ്. റെസിസ്റ്റൻസ് ബ്രോക്കൺ, മറ്റേ സപ്പോർട്ട് ആകുന്നു, സപ്പോർട്ട് ബ്രോക്കൺ, റെസിസ്റ്റൻസ് ആകുന്നു. സി നത്തിങ് ലൈക്ക് ദാറ്റ്. പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നടക്കുന്ന വോളിയം ക്യാൻഡിൽസിൻ്റെ ഇതിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ കാര്യം എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഫസ്റ്റ് പോയിന്റ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ വോളിയം ക്യാൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനകത്ത് ബെസ്റ്റ് ക്യാൻഡിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് അതാണ് നമ്മുടെ മേജർ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇഫ് ദർ ഇസ് സംതിങ് ലൈക്ക് ദിസ് ഇറ്റ്സ് എ ബ്ലോക്കേഡ് ഫോർ അസ് അല്ലേ. നമ്മളെ സംബന്ധിച്ച് അതൊരു ബാരിക്കേഡാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ വി വിൽ 100% എടുത്ത് നോക്കുമ്പോൾ 90% വി വിൽ ഫോക്കസ് ഓൺ ദ വോളിയം ക്യാൻഡിൽ. ദെൻ ദിസ് ഇസ് എ 10%. സോ ഈ 10% മാത്രം ഇവിടെ കൂട്ടിയാൽ മതി, ഇതൊക്കെ കൂട്ടിയാൽ മതി ഈ 10%. ഓൾ റൈറ്റ്. നൗ ഇവിടെ നമ്മൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ ഇവിടെ നമ്മൾ വരുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നൗ ലുക്ക് അറ്റ് ദിസ് ഫോൾ. ഓക്കെ നൗ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്. അതെന്ന് പറയുന്നത് ഈ റെഡ് ക്യാൻഡിലാണ് അല്ലേ. ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഗ്രീൻ കഴിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലാണ് ആ ഗ്രീൻ ക്യാൻഡിൽ. എങ്കിൽ പോലും ഈക്വലി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ക്യാൻഡിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് പ്രൈസ് തിരിച്ചു വരുവാണെന്ന് വിചാരിച്ചോ.
ഫസ്റ്റ് നമുക്ക് പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ സോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വന്നിരിക്കുന്ന ഒരു മിറ്റിഗേഷൻ ഉണ്ടല്ലോ, ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സോ നമ്മുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ആ പോയിന്റ് നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് ലെവലാണ്, റൈറ്റ്. ഈ പ്രൈസ് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ വരച്ചെന്നുള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി ഇതിൽ വരുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് ലെവലാണ്. ഈ ഇൻക്രീസ്ഡ് വോളിയം നോക്കുമ്പോൾ ഈ ഇൻക്രീസ്ഡ് വോളിയം എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രൈസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്ന ആ പ്രൈസിലേക്ക് പ്രൈസ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ വോളിയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്. അപ്പം നമ്മളെ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രമാത്രം ലെവൽ ടാർഗറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് അടുത്ത ലെവൽ. സോ എക്സാക്ട്ലി ആ ഒരു പ്രൈസിൻ്റെ മിറ്റിഗേഷൻ, ആ ടാർഗറ്റ് ലെവൽ എക്സാക്ട്ലി അത് മിറ്റിഗേറ്റ് ചെയ്തില്ല എങ്കിൽ പോലും ആ വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ടച്ച് ചെയ്യുന്നുണ്ട്, കേട്ടോ. സോ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്കൊരു മിനിമം ടാർഗറ്റ് നമുക്ക് കിട്ടി, അല്ലേ. 432 to 445 15 പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വരണ്ടേ എന്ന് നമുക്ക് ആലോചിക്കാം, അല്ലേ. അങ്ങനെ വേണമെങ്കിൽ വരാം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? അതിനാണ് നമ്മൾ ആ പ്രൈസ് മാനിപ്പുലേഷൻ്റെ സ്കീമാറ്റിക്കിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് അവിടെ ഒഴിവായി പോകും. എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തില്ല, നമ്മൾ അവിടെ കയറി വെച്ചില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ. അപ്പം ഇവിടുത്തെ മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇവിടുത്തെ മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ വി ഫോർമേഷൻ്റെ ബോട്ടം പോർഷനാണ് നമ്മളെ സംബന്ധിച്ച് മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അല്ലേ. ബിക്കോസ് ഇവിടെ ഒരു കൺജഷൻ വന്നിട്ടുണ്ട്. സോ അത് കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? മേജർ ലിക്വിഡിറ്റി ഏരിയയുടെ അടുത്തോട്ട് പ്രൈസ് വരുന്നു, അല്ലേ. പ്രൈസ് വരുന്നു. ഇവിടെ വീണ്ടും എന്ത് സംഭവിക്കുന്നു? ഒരു വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യണോ അതോ കൺജഷൻ വരുന്നുണ്ടോ നമ്മൾ നോക്കുന്നത്. റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? വെരി ഗുഡ്. റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. നോ സി ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ഒരു വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വി ചലഞ്ച് ചെയ്തിട്ടില്ല, പ്രൈസ് നേരെ താഴോട്ട് വരണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വി ഫോർമേഷൻ്റെ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ, റൈറ്റ്. റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. ഇനി റേഞ്ച് ലിക്വിഡിറ്റിയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്. നൗ വിയുടെ അവിടെ നമുക്കിവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അല്ലേ. ഇത് നമ്മളെ സംബന്ധിച്ച് രണ്ടും വലിയ ലിക്വിഡിറ്റിയാണ്. നൗ ഇതും ഇപ്പം നേരത്തെ വന്നിരിക്കുന്നതിനകത്തെ റേഞ്ച് ലിക്വിഡിറ്റി വി ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തിട്ടില്ല, നമ്പർ 1. സെക്കൻഡറി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഫോർമേഷൻ വരുന്നു, റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ വോളിയം വന്നു, റൈറ്റ്. നമ്മൾ ധൃതി പിടിക്കണം, ഓൾ റൈറ്റ്. ഓക്കെ, വോളിയം വന്നു. ഫസ്റ്റ് വോളിയം ഈ റേഞ്ച് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് അതാണ് നോക്കുന്നത്. ബിക്കോസ് എന്താണ് നമുക്ക് പ്രൈസ് തിരിച്ചു വരുമ്പം റേഞ്ച് ലിക്വിഡിറ്റിയുടെ ഈ ലൈൻ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന വോളിയം ക്യാൻഡിൽസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാം. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ വരെ വന്നു പ്രൈസ് വന്ന് ഇവിടെ വന്ന് കൃത്യം ടാപ്പ് ചെയ്ത് വരുവിന് നമുക്കിവിടെ ഇൻക്രീസ്ഡ് വോളിയം വന്നു, അല്ലേ. ഇൻക്രീസ്ഡ് വോളിയം വന്നു കഴിയുമ്പോഴത്തേനും ഇത് എത്രയാണ്? 21 ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 29 അല്ലേ. 9 പോയിൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ 9 പോയിൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? അത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് പ്രീവിയസ്ലി വന്നിരിക്കുന്ന 2 വോളിയം ക്യാൻഡിൽസ് ഉണ്ട്. ഇത് 2 വോളിയം ക്യാൻഡിലും ഇത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഏരിയയാണ്. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് വന്നില്ല, അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പാഠം പഠിച്ചു. എന്താണ്? അതിനകത്തോട്ട് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കരുത്, അല്ലേ. ചാർലീസ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, പാഠം പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ആ സെറ്റപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊളിഞ്ഞു പോയി, അല്ലേ. അപ്പോൾ എല്ലാ ചാർലിമാരും വളരെ കെയർഫുൾ ആയിട്ട് കേട്ടോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നാ പറയുന്നത്, ഓക്കെ ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അതിനകത്ത് എക്സിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കടുപ്പെടുത്തൊന്നും വേണ്ട. മാർക്കറ്റ് ഇസ് ലൈക്ക് എന്താ പറയുന്നത് വാട്ടർ, അല്ലേ. ഇറ്റ്സ് ലൈക്ക് റിവർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫ്ലോയിങ്. അപ്പോൾ നമ്മൾ ആ ഫ്ലോ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ, ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പിടിക്കാൻ പോകുന്നത് എവിടെയാണ്? ഈ പ്രാവശ്യം പറ്റിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ അതേ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നു, റൈറ്റ്. അപ്പോൾ ഇവിടെ വെച്ച് എൻട്രി കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട് കിട്ടത്തില്ല? മനസ്സിലായി? പ്രൈസ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് പെട്ടെന്ന് തിരിച്ച് കയറി ഇവിടെ വരെ വന്നു. സോ ഇമീഡിയറ്റ്ലി നമ്മൾ ഇവിടെ വെച്ച് ജമ്പ് ചെയ്ത് അതിൻ്റെ കൂടുതൽ എൻട്രിക്ക് വേണ്ടി കയറണോ? വേണ്ട. സോ നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് പതുക്കെ ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ നോക്കാം എൻട്രി കിട്ടുന്നുണ്ടോ. സോ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ഇനി വന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ഉള്ളൂ. ടാർഗറ്റ് ഇല്ലാത്ത പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളിക്കത്തേ ഉള്ളൂ. അപ്പം ടാർഗറ്റ് ക്ലിയർ ആയിട്ട് വേണം താനും. എന്നാൽ മിറ്റിഗേഷൻ പ്രൈസ് തിരിച്ച് കയറുകയും വേണം. എങ്കിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ആ ടാർഗറ്റിൻ്റെ ഗ്യാപ്പ് ഇവിടെ അളന്ന് നോക്കാം. എത്ര പോയിന്റ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ ഉണ്ടെന്ന് നോക്കുക. 9 പോയിൻ്റേ ഉള്ളൂ. എൻട്രി എടുക്കണോ? വേണ്ട. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യണം? ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം. 12 പോയിന്റ് താഴെ വരണം, അല്ലേ. അപ്പോൾ 14 പോയിന്റ് ഇതിന് താഴെ വരണം. അപ്പോൾ എനിത്തിങ് മൂവിങ് ബിയോണ്ട് ദിസ് ലൈൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്, അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇവിടെ പ്രൈസ് വന്നു. സോ വി ആർ ഇൻ ടു ദ എൻട്രി. യെസ്, നമ്മൾ എവിടെ എൻട്രി ചെയ്തു? ഇവിടെ നമ്മൾ എൻട്രി ചെയ്തു. ഇതിന് പോട്ടെ. ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വോളിയത്തിൻ്റെ കൺഫർമേഷൻ കാണുമ്പോൾ വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ എനി വേറെ നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ. നമ്മളിവിടെ എൻട്രി ചെയ്തു. സോ ദിസ് ഇസ് എൻട്രി ക്യാൻഡിൽ, റൈറ്റ്. ഇപ്പം ഇവിടെ ഞാൻ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേനും ട്രാക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി സോ എൻട്രി ചെയ്തിരിക്കുന്ന ക്യാൻഡിലാണ് ഈ വരച്ചിരിക്കുന്നവരാ. മിറ്റിഗേറ്റ് ചെയ്തോ? സോ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തോ ഇല്ലയോ? പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നു. അതിനുശേഷം അതിന് മുകളിൽ കയറി ലിക്വിഡേറ്റ് ചെയ്തു. സോ മുമ്പേ നടന്നിരിക്കുന്ന സെനേരിക്കകത്ത് ലിക്വിഡേറ്റ് ചെയ്തില്ലായിരുന്നു, അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി അത് ലിക്വിഡേറ്റ് ചെയ്തു ഈ മൂവ്മെൻറ്റിൽ. അണ്ടർസ്റ്റുഡ്?
അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി വീണ്ടും ബൈയിങ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നൗ എന്ത് സംഭവിച്ചു? എങ്കിൽ പോലും ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി ഇതുവരെ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല. അതിനൊപ്പം പ്രൈസ് വന്നോളൂ. ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം. എങ്കിലും ആ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ആയി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. അപ്പോൾ അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? അതായത് ഇപ്പോൾ നോക്കുമ്പോഴത്തേനും നമ്മളെ കണ്ണിന് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാ ഭയങ്കര സംഭവമായി പോയല്ലോ. ഇവിടെ നിന്ന് വന്നിട്ട് പ്രൈസ് മേലോട്ട് കയറിപ്പോയി. അയ്യോ, ഇത് ഭയങ്കര സെറ്റപ്പ് ആയി പോയല്ലോ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് ഇസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്തുകൊണ്ട് സിമ്പിൾ അല്ല? ഇറ്റ് ഇസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് പ്രൈസ് വരുന്ന ആ ഹെവി മൊമെൻറ്റത്തിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടാർഗറ്റ് ഓർഡർ നമ്മളിവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ടാർഗറ്റ് ഓർഡർ ഉണ്ടല്ലോ, ടാർഗറ്റ് ഓർഡർ ക്ലിക്ക് ഔട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ പ്രൈസ് താഴോട്ട് പോരുവാണ്. കണ്ടോ? 1 ടൈം താഴെ പോരുന്നു, 2 ടൈം താഴെ പോരുന്നു, 3 ടൈം. ഇവിടുത്തെ ഈ പ്രൈസ് ക്യാൻഡിൽസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ലൈവ് മാർക്കറ്റിൽ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ യു വിൽ ഫീൽ ദ ഹീറ്റ്. ബിക്കോസ് നമ്മളിവിടെ ഓപ്ഷൻ്റെ പ്രീമിയം കണ്ടവാനും കുറഞ്ഞു പോകുന്നു മനസ്സിലായി. നമ്മൾ മേടിച്ച പ്രോഫിറ്റിലാകുന്നില്ല. വേറെ നമ്മൾ ലിമിറ്റ് ഓർഡർ നമ്മൾ ഈ ഒരു ടാർഗറ്റ് വേണ്ടി ഇടുവാണെങ്കിൽ ആ വരുന്ന വരവിന് കൃത്യ എക്സിറ്റ് ആയി പോകുന്നത്. മനസ്സിലായോ? ഫോർ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്ത് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിൽ ഇരിക്കുവാണെങ്കിൽ നമുക്കത് വെരി ഡിഫിക്കൽട്ടാണ്. ഇമോഷണലി ടാക്കിൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ പ്രൈസ് ആക്ഷൻ ഇവിടെ എന്തെല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വോളിയം യു ആർ ഗോയിങ് ടു ടാക്കിൾ ഡൗൺ സംതിങ്. അണ്ടർസ്റ്റുഡ്? അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി മാർക്കറ്റിലിരിക്കുക. അവിടെയാണ് നമുക്ക് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയമെൻഷൻ നമ്മുടെ മനസ്സിലേക്ക് പതുക്കെ കയറി വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് ചെയ്തിരിക്കുന്നത്? കൊള്ളാലോ, ആഹാ, ഇനി ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു മാർക്കറ്റിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നിട്ട് അല്ലേ. സോ നമ്മൾ അടുത്ത റേഞ്ചസ് കണ്ടുപിടിക്കാൻ പോവാണ്. റേഞ്ചസ് നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്. സോ ഡ്രോയിങ്സ് എല്ലാം പോയില്ല. ഓക്കെ, നൗ ഇവിടെ റേഞ്ചസ് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. സോ നമ്മളുടെ അൺനെസസറി ലൈൻസ് ഒക്കെ കളയാം. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് ഈ വി ഫോം ചെയ്തതിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ കിടപ്പുണ്ട്. അത് ലിക്വിഡിറ്റി ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നോക്കാം. സോ ഇനി വീണ്ടും പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. പ്രൈസ് വന്ന് വെരി ഗുഡ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൈസ് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഗെയിൻ ഒരു വി ഫോർമേഷൻ നമ്മൾ കാണുന്നു അല്ലേ. വി ഫോർമേഷൻ മീൻസ് നല്ല രീതിയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇതിന് ശേഷം പ്രൈസ് ഇവിടെ വന്ന് കൺജഷൻ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്. കൺജഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് നമ്മൾ നോക്കുന്നത്? കൺജഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വൺസ് എ വി ഈസ് ഫോംഡ്, എന്താണ് പറഞ്ഞേക്കുന്നത്? വൺസ് എ വി ഈസ് ഫോംഡ്, ആ വിയുടെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് പോയി എന്താണ് ചലഞ്ച് ചെയ്യാൻ പാടില്ല. അതിനുശേഷമായിരിക്കണം കൺജഷൻ വരാൻ പോകുന്നത്. സോ ഇതെങ്ങനെ വി ആവും? അപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഇതൊരു വി അല്ലേ, ഇതൊരു വി അല്ലേ? ആണോ? പറ, ആണോ ഡിയർ ചാർലീസ്? തിങ്ക് ലോജിക്കലി. ഓക്കെ, ആണോ അല്ലേ? അപ്പം അല്ല. എന്തുകൊണ്ടല്ല? ഇഫ് വി ഈസ് ടു ബി കൺഫേംഡ്, എന്താണ് അവിടെ വേണ്ട ഉള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ വി കൺഫേം ചെയ്യണമെങ്കിൽ ദിസ് ഈസ് എ വി. ഓക്കെ, ഇഫ് ഇറ്റ് ഹാസ് ടു ബി കൺഫേംഡ് അല്ലേ, കൺഫേം ചെയ്യണമെങ്കിൽ യു നീഡ് റേഞ്ചേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ചലഞ്ച് ദിസ്. ഫിനിഷ്, ഗെയിം ഈസ് ഓവർ. അങ്ങനെയാണോ ഇത് വന്നിരിക്കുന്നത്? കറക്റ്റ് അല്ലേ? സോ യു കൺസിഡർ ദിസ് ഹോൾ ഈസ് എ വി. ഫിനിഷ്. ഇവിടെ തൊട്ട് താഴെ തൊട്ട് ഇവിടെ വരെയും വരുമ്പോഴത്തേനും എല്ലാം വി ആണെന്ന് തന്നെ കൺഫേം ചെയ്യുക. സോ നമ്മൾ ആ ബേസിക്കിലേക്ക് വീണ്ടും പോകരുത്. ഇതെല്ലാം വി അല്ലേ, അതെല്ലാം വി അല്ലേ, മറ്റേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വി അല്ലേ, അങ്ങനെയല്ല. വി എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് മുകളിലേക്ക് പോട്ടെ. വി കൺജഷൻ വരുന്നില്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കൺജഷൻ വരുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ വി. ഫോർഗെറ്റ് അബൌട്ട് വി. നത്തിങ് ഈസ് ദെയർ. മാർക്കറ്റ് ഈസ് ഗോയിങ് ഇറ്റ്സ് ഓൺ. അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ വിത്ത് റെസ്പെക്ട് ടു വോളിയം? നോ, യു കനോട്ട്. ബിക്കോസ് യു നീഡ് സം കണ്ടക്സ്റ്റൽ റെഫറൻസ്. നോ, കണ്ടക്സ്റ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോൾ യു ആർ ഗാംബ്ലിംഗ്. റൈറ്റ്. സോ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു കണ്ടക്സ്റ്റ്, അടുത്ത കണ്ടക്സ്റ്റ്, തേർഡ് കണ്ടക്സ്റ്റ്, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ. യു ക്യാൻ ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ഇൻ 100 ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ള ഡയമെൻഷനിൽ നമുക്ക് നോക്കാൻ പറ്റും. ദ ബെസ്റ്റ് വേ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് വിത്ത് കണ്ടക്സ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ വോളിയം. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് വാട്ട് ദ ഓപ്പർച്യൂണിറ്റി ലൈസ്. അപ്പോൾ വോളിയത്തിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ നോക്കി കഴിയുമ്പോഴാണ് അതർവൈസ് ഈ വോളിയം ക്യാൻഡിൽസ് എന്ന് പറയുന്നത്, ഈ പോപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോളിയം ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറലവൻറ്റ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് നോക്കുന്നത് എന്താണ്? സോ ദിസ് വോളിയം പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ ഈ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ വോളിയം ക്യാൻഡിലിന് നമ്മളെ സംബന്ധിച്ച് ഒരു മീനിങ് ഉണ്ട്. റൈറ്റ്. സോ ഇത് ഈ ഒരു സിമ്പിൾ സെറ്റപ്പിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് തിങ്സിലേക്ക് പതുക്കെ സ്റ്റെപ്പിൻ ചെയ്യാം. ബട്ട് ഇഫ് യു വാണ്ട് ടു റിയലി ഗെറ്റ് ഇൻ ടു ദാറ്റ് കോംപ്ലിക്കേഷൻ അല്ലേ, അതിലേക്ക് നമ്മൾ നോക്കണമെങ്കിൽ, നമുക്ക് ആ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, ഈ വോളിയം ക്യാൻഡിൽസ് എല്ലാം എന്താണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺലി ദിസ് വൺ ഫസ്റ്റ് അല്ലേ. എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് യു കനോട്ട് റീഡ് വൺ ക്യാൻഡിൽ അല്ലെങ്കിൽ വൺ വോളിയം ക്യാൻഡിൽ, ദെൻ ഹൗ ക്യാൻ യു റീഡ് കൺസിഡറിങ് ഓൾ ദീസ് തിങ്സ്? മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ബോറടിക്കുന്നത്? പഠിത്തത്തിൻ്റെ ഡെപ്തിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ ആക്ച്വലി പരീക്ഷിക്കാൻ പോകുന്ന സെനാരിയോയ്ക്കകത്ത് ഡെമോ ട്രേഡിങ്ങിനെ നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് സം ഓപ്പർച്യൂണിറ്റി, യു ആർ സ്പോട്ടിംഗ് സം ഓപ്പർച്യൂണിറ്റി ഇൻ ദ ചാർട്ട്. എങ്കിൽ മാത്രമല്ലേ നമുക്കിതൊരു ബോറിംഗ് അല്ലാത്ത ഒരു പ്രോസസ്സായിട്ട് മാറത്തുള്ളൂ. ദാറ്റ്സ് വാട്ട് ഐ എം ആസ്കിങ് യു. കറക്റ്റ്? അപ്പോൾ എല്ലാ ചാലിമാരും വളരെ ഹാപ്പി അല്ലേ? നൗ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നൗ പ്രൈസ് ഇവിടെ വന്ന് താഴോട്ട് വന്നു. ഇവിടെ റേഞ്ചസ് ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു. സോ ദിസ് ഈസ് എ കൺഫേംഡ് വി. നൗ കൺഫർമേഷൻ ഓഫ് വി എന്ന് പറയുമ്പോഴത്തേനും
സോറി. അപ്പോൾ കൺഫർമേഷൻ ഓഫ് ഇ എന്ന് പറയുമ്പോഴത്തേനും ദിസ് വാസ് എ റേഞ്ച്, റൈറ്റ്. റേഞ്ചിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വി വിൽ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ലക്കിലി ഹ്യൂജ് വോളിയം ഡെവലപ്ഡ്, അല്ലേ? ഈ വന്നിരിക്കുന്ന വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുമ്പോഴത്തേനും ഈ വോളിയം നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്, അല്ലേ? സോ നമ്മൾ നോക്കുന്നത് എന്താണ്, പ്രൈസ് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒന്നെങ്കിൽ പല റൂൾസ് ക്രിയേറ്റ് ചെയ്തു. ഒന്നെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വോളിയത്തിൻ്റെ ടോപ്പ് പോർഷൻ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വോളിയത്തിൻ്റെ ഹാഫ് പോർഷൻ 50-50, ഓക്കെ. അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബോട്ടം പോർഷൻ, റൈറ്റ്, ഇതിൻ്റെ ബോട്ടം. സോ ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ വോളിയത്തിൻ്റെ ടോപ്പ് പോർഷൻ ഓർ വോളിയത്തിൻ്റെ മിഡിൽ പോർഷൻ, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ ലിക്വിഡിറ്റി ഇത് വരും. അപ്പം പ്രോബ്ലം എന്താണ്, പ്രൈസ് താഴെ വന്നെന്ന് വിചാരിച്ചോ, താഴെ വന്നു കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് നമ്മൾ തിരിച്ച് കയറി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഓപ്പോസിറ്റ് വരുന്നവർ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. അവരെങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അവർ വരുമ്പോഴത്തേനും ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോബ്ലമാണ്. ഇവിടെ വന്ന് മിറ്റിഗേഷൻ വന്നിട്ട് വീണ്ടും പ്രൈസ് താഴെ വന്നിരിക്കാം, മനസ്സിലായോ? അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റാണ്. സോ ഈ ഒരു ഐഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രൈസ് ഇതിനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇവിടെ, അല്ലേ? വോളിയം മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമാണ്. അപ്പം പ്രൈസ് ഇതിന് താഴോട്ട് പെട്ടെന്ന് ഇതുപോലെ വലിയ ക്യാൻഡിൽസ് വരുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് ഇതും കൂടെ ടാർഗറ്റ് കൺസിഡർ ചെയ്യാമായിരുന്നു. അവിടെ വന്നിരിക്കുന്ന വോളിയം ക്യാൻഡിൽസും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു, റൈറ്റ്? സോ വെയിറ്റ്, സ്റ്റാൻഡ് ബൈ, ഓക്കെ. നമ്മളെല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചു, പ്രൈസ് അതും കഴിഞ്ഞ് മുകളിലോട്ട് പോയി, നോ പ്രോബ്ലം. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എങ്കിൽ പോലും ഇത് ബൈയിങ് ആക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലിക്വിഡേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് വീണ്ടും ആ സെല്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സെല്ല് ചെയ്ത ഓർമ്മ കാണുള്ളൂ, മനസ്സിലായോ? ബിക്കോസ് ഈ ഒരൊറ്റ ക്യാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നമ്മളിത് അതിനകത്തൊരു കാര്യം മറന്നു പോവുകയാണ്. ഇവിടെ ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രൈസ് ഇതിന് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് വാസ് ലിക്വിഡേറ്റിംഗ് എ റേഞ്ച്, അല്ലേ? ഒരു റേഞ്ച് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഞ്ച് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിൽ വേറെ പല ഐഡിയാസും ക്ലിയർ ഔട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് രീതിയിൽ മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അല്ലേ? ഓക്കെ, നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ വോളിയം ഹാസ് ഗോട്ട് എ ഡിഫറെൻറ്റ് മീനിങ്, അണ്ടർസ്റ്റുഡ്? അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡിഫറെൻറ്റ് മീനിങ് അവിടെ കണ്ട് നമുക്കത് കോറിലേറ്റ് ചെയ്ത് ചാർട്ടിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ ഡിസിഷൻ ഓഫ് ബൈയിങ് വിൽ ബി റൈറ്റ്, അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ, ഓൾ റൈറ്റ്. നൗ നമ്മൾ ധൃതി പിടിക്കുന്ന കാര്യമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനിയും കാണിച്ചു തരും മാർക്കറ്റ്. ആ സമയത്ത് നമ്മൾ വീണ്ടും നമ്മൾ എൻഗേജ് ചെയ്യുന്നു. സോ നൗ ഐ ക്ലിയർ ഔട്ട് ദിസ് ഡ്രോയിങ്, ഓക്കെ. നൗ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകുന്നു. സോ ഇറ്റ് ചലഞ്ചഡ്, റൈറ്റ്, ഇറ്റ് ചലഞ്ചഡ്. നൗ ചലഞ്ചഡ് ഇൻ ദ സെൻസ് വി ഫോർമേഷൻ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ചലഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇനി നമ്മൾ നോക്കുന്നത് ചലഞ്ച് ചെയ്തല്ലോ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വി ആണ്. ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യരുത്, കൺജഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ് ഇറ്റ് ക്രിയേറ്റ്, മാർക്കറ്റ് നമ്മളെ വഴി കാണിച്ചു തരട്ടെ. സോ റൈറ്റ്, ഇവിടെ ഇതിന് ശേഷം വരുന്നുണ്ട്, ഓക്കെ. ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു റേഞ്ചാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇതൊരു ലിക്വിഡിറ്റിയുടെ പോയിൻ്റാണ്. നൗ ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഇതായിരുന്നു, വി ഫോർമേഷൻ ആയിരുന്നു. സോ വി ഫോർമേഷൻ്റെ ബോട്ടം നമുക്ക് എന്താണെങ്കിലും ലിക്വിഡിറ്റി ഉണ്ട്, റൈറ്റ്? ഇതിൻ്റെ ദിസ് വാസ് ഒറിജിനൽ വി. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വി ഇതായിരുന്നു, റേഞ്ച് വന്നു, ലിക്വിഡേറ്റ് ചെയ്തു. സോ നമുക്ക് രണ്ട് രീതിയിലുള്ള ലിക്വിഡിറ്റി ഉണ്ട്. ദിസ് ഈസ് എ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് മാത്രം കൂട്ടിയാൽ മതി. സോ ഓപ്പർച്യൂണിറ്റി ഈ 3 ഏരിയയിൽ കൂടെ പ്രൈസ് എപ്പോൾ വന്നു കഴിഞ്ഞാലും വി വിൽ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ബിക്കോസ് ഇതെന്താണ് ഇവിടെ വെച്ച് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ്, ഇതൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഇത് വരുമ്പോഴത്തേനും ഇവിടെ ഉണ്ട്, ഇതുണ്ട്. അതിനുശേഷം ഇവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീടെ ബോട്ടമാണ്, ആദ്യത്തെ വീടെ ബോട്ടമാണ്. നോ പ്രൈസ് നമുക്ക് പതുക്കെ നോക്കാം, എങ്ങനെ വരുന്നതെന്ന് നോക്കാം, ഓക്കെ. സോ ഒറ്റയടിക്ക് മുഴുവനും തീർത്തു, റൈറ്റ്? ദിസ് ഈസ് കോൾഡ് എന്താണ്, സെല്ലിങ്, റൈറ്റ്? സോ സെല്ലിങ് മീൻസ് നൗ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഹ്യൂജ് സെല്ലിങ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. വിത്തിൻ 1 minute പ്രൈസ് ഇസ് പമ്പിങ് ലൈക്ക് ദ ക്വാണ്ടിറ്റി ഹാസ് പംപ്ഡ് ലൈക്ക് എനിത്തിങ്. ഡംപ് ആൻഡ് പമ്പ് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ ടൈംസ് ആണ്, ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മുഴുവനും തീർത്തു, കംപ്ലീറ്റ്ലി ഡെഡ്, ഓൾറൈറ്റ്. ഇപ്പം എന്താണ് നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത്, എന്താണ് ഹെവി സെല്ലിങ്, ഹ്യൂജ് ഇത്, അല്ലേ? ബട്ട് ആർ യു അണ്ടർസ്റ്റാൻഡിങ്, വാസ് ഇറ്റ് ലിക്വിഡിറ്റി ക്ലിയർ? ഈ ചാർട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിനകത്തുള്ള ഈ വാസ് ഇറ്റ് ലിക്വിഡിറ്റി ക്ലിയറിംഗ്? യെസ്. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ത്രൂ പ്രൈസ് ആക്ഷൻ, റൈറ്റ്? Price action in the sense, now when you look at this area, now what will you understand? Now look at the volume, right? Volume, alle? See, in between volume, huge volume, right? Whenever huge volume is developed in the market, expect an unexpected activity. Huge volume develop ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും expect an unexpected activity. അപ്പം ഞാൻ പറഞ്ഞു, വോളിയം whenever it is created, what happens? It will discount like hell, understood? Up and down. That's what happening here. So now, are you focusing on the V formation or are you focusing on the volume generation? That is more important. If no volume was there, this volume was not there. Now, will you think that market will come and sweep here? It will never. It will come and sweep. എന്തിനാണ്, രണ്ട് കണ്ടക്സ്റ്റിലോടുകൂടി നമ്മൾ നോക്കുവാണ്. ഇറ്റ് വിൽ കം ആൻഡ് മേ ബി ഇറ്റ് വിൽ കം, മേ നോട്ട് ബി ഇറ്റ് വിൽ കം. സോ മേ ബി ഇറ്റ് വിൽ കം എന്നുള്ളതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആക്ച്വലി
മേ ബി ഇറ്റ് വിൽ കം എന്ന് പറയുന്നത് ബിക്കോസ് മാർക്കറ്റ് ഡസ് നോട്ട് ഹാവ് വോളിയം ഓർ ഇറ്റ് വാണ്ട്സ് ടു ക്രിയേറ്റ് എന്താണ് ലിക്വിഡിറ്റി, ഓർ ആ വോളിയം ഒട്ടും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഷോ യു സം സോർട്ട് ഓഫ് ആക്ടിവിറ്റി. പ്രൈസ് ട്രെൻഡിങ് സെനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നാച്ചുറലി വി വിൽ ബി ഇൻട്രസ്റ്റഡ് അല്ലേ, ട്രെൻഡിങ് സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദാറ്റ്സ് ഹ്യൂമൻ സൈക്കോളജി, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോൾ എന്താണ് ഈ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെ ലിക്വിഡേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ലിക്വിഡിറ്റി എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തു. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. സോ നമ്മൾ നോക്കേണ്ടത് ഈവൻ 1 മിനിറ്റിൻ്റെ ഇതിൽ പോലും ഇത് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇത് വളരെ ഹെവി ഫാസ്റ്റ് സെല്ലിംഗ് ആണ് വന്നിട്ടിരിക്കുന്നത് അല്ലേ. വിത്തിൻ 60 സെക്കൻഡ്സിനുള്ളിൽ തന്നെ പ്രൈസ് താഴോട്ട് വന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെവി വോളിയം. സോ ഈ ഹെവി വോളിയത്തിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷുവർ ദിസ് വിൽ ബി ദ ടാർഗറ്റ്. നൗ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ 50% എന്ന് പറയുന്നത് ഇതിൻ്റെ ഏകദേശം ഇവിടം വരെ വരും, റൈറ്റ്? ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഇത് വരും. അപ്പോൾ ഈ ടോപ്പ് പോർഷൻ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് കാര്യത്തില്ല? ബിക്കോസ് ഇവിടെ ഇതിനൊരു ലിക്വിഡേഷൻ ഇതുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന മിറ്റിഗേഷൻ ഇതായിരിക്കും. സോ ഈ ഒരു വോളിയം ക്യാൻഡിൽ നോക്കുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എന്താണ് റിവേഴ്സൽ പ്രൈസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇവിടെ വന്നത് ടാപ്പ് ചെയ്യാനുള്ള 100% ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ വരുമോ എനിക്കറിയില്ല. ഇനി വന്നു കഴിഞ്ഞാൽ സോ നമ്മളുടെ തിങ്കിങ് ഈസ് ഇൻ ദ റൈറ്റ് വേ. അതർവൈസ് ഓൾസോ നമ്മുടെ തിങ്കിങ് ജാമ്യം എടുക്കില്ല കേട്ടോ. അതർവൈസ് ഓൾസോ നമ്മുടെ തിങ്കിങ് റൈറ്റ് വേ തന്നെയാണ്. അപ്പോൾ ഇൻ കേസ് ഇഫ് ഇറ്റ് ഫെയിൽസ് വാട്ട് ഹാപ്പൻസ്? അപ്പോൾ നിങ്ങൾ പറയും ഞാനിത് ചാർട്ടെല്ലാം നോക്കി. ഞാൻ ഒരു ചാർട്ട് നോക്കുന്നില്ല, ഞാൻ സിമ്പിളി ആം എക്സ്പ്ലെയിനിങ് യു. ബിക്കോസ് ഇതിനകത്ത് വരുന്ന ഫ്ലോ ഉണ്ടല്ലോ, അതായത് FLAW, അതായത് തെറ്റ്, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു റെഫറൻസ് നമുക്ക് കിട്ടത്തില്ല മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ചാർട്ടിനെ എങ്ങനെയാണ് നോക്കുന്നത്? ആസ് ഫ്രഷ് ആസ് ന്യൂ അല്ലേ, അന്ന് പറഞ്ഞാൽ തന്നെയാണ് ഞാൻ ഈ ചാർട്ടിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം എന്നുള്ളത് കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഇതിന് 50%, ഇതിന് താഴെ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്, റൈറ്റ്? ഇതിന് താഴെ ഒരു 50% ടാർഗറ്റ് ഉണ്ട് ബിക്കോസ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇത്. സോ നൗ ഇനി ഇതിനെ വേറൊരു ഡയമെൻഷനിൽ നമുക്ക് നോക്കാൻ പറ്റും. എന്താണ്? ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. സോ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിൽ ഈ വോളിയം സെല്ലിംഗ് വന്നതിന് അടുത്തുനിന്ന് ഈ ലാസ്റ്റ് ക്യാൻഡിൽ വരെ എത്രയാണെന്ന് നോക്കാം. സോ അതവിടെ കാണത്തില്ല, ബിക്കോസ് ഇത് ചാർട്ട് ഞാൻ ബിഗ് ആയിട്ടിരിക്കാം. ഓൾറൈറ്റ് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരച്ച് നോക്കാം. സോ അതിൻ്റെ ടാർഗറ്റിൻ്റെ ലെവൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നൗ ഇത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഇതിന് 50% ഇത് എന്താണെങ്കിലും ഷുവർ ആയിട്ടൊരു ടാർഗറ്റ്. സോ പ്രൈസ് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പ്രൈസ് ഇങ്ങോട്ട് തിരിച്ച് ആ ഒരു ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂജ് വോളിയം പ്രൈസ് വിൽ കം ബാക്ക് മിറ്റിഗേറ്റ്. നൗ ലെറ്റ് സീ. വന്നില്ല, പ്രൈസ് വന്നു അല്ലേ. ഈവൻ അതിൻ്റെ 50% ഈ ഒരു മിറ്റിഗേഷൻ കണ്ടോ, അവിടെ വന്നിട്ട് പ്രൈസ് ഒന്ന് തകർന്നു, അതിനുശേഷം വീണ്ടും പ്രൈസ് വന്നു. സോ ഇനി പ്രൈസ് നേരെ മുകളിലേക്ക് പോകുമായിരിക്കാം. പക്ഷേ പ്രോബ്ലം എന്താണ്? നമ്മളിവിടെ വരുമ്പം എക്സിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത സെല്ലിംഗ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയത്തിൻ്റെ ആ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ പ്രൈസിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം അല്ലേ. ബിക്കോസ് യു ആർ ഓൾ ലുക്കിംഗ് അറ്റ് ദ P&L എവറി ടൈം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ അതിലിരുന്ന് ഇമോഷണൽ ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരരുത്. നൗ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മിറ്റിഗേഷനും കൂടെ കൺസിഡർ ചെയ്യണമെന്ന്. ഇറ്റ് ഇസ് നോട്ട് എ റെസിസ്റ്റൻസ്, അതാദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഇസ് എ എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേന് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഐഡിയ ഇതാണ്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ താഴോട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വിൽക്കാം, പിന്നെ നമുക്ക് നോക്കാം അടുത്ത് എന്നുള്ള രീതിയിലുള്ളല്ലേ. അപ്പോൾ ആ ഒരു സെല്ലിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അവിടെ. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ചാർട്ട്. അതാണ് കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നു. വീണ്ടും സോ നമ്മളുടെ വി ഫോർമേഷൻ്റെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തോ ഇല്ലയോ? ചെയ്തു. നൗ സമയം ഇപ്പോൾ വീണ്ടും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. 45 മിനിറ്റോളമായി. എനിവേ കുറച്ചുകൂടെ നമുക്ക് കെടുവാം, ബിക്കോസ് നമുക്ക് നല്ലധികം കുറച്ച് നേരം കൂടെ പഠിക്കാം. സോ അടുത്ത വി ഫോർമേഷനകത്ത് ഒരു എൻട്രിയും കൂടെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ സെഷൻ. ഓൾറൈറ്റ്, വീണ്ടും പ്രൈസ് മുന്നോട്ട് പോകൊണ്ടിരിക്കാം. ഓക്കെ, പ്രൈസ് എല്ലാവരും പോട്ടെ, വി ഫോർമേഷൻ വേണം. വാവ്, നോ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് പ്രൈസ് ഇതിന് മുകളിൽ കയറി അത് ചലഞ്ച് ചെയ്തു. സോ ഇതിന് ശേഷം വി ഫോർമേഷൻ ഇത് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പെട്ടു അല്ലേ. പക്ഷേ പ്രൈസ് അതിന് മുകളിലേക്ക് പോയി. സോ നമുക്ക് നമ്മളെ വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകും. ഓൾറൈറ്റ്, ഓക്കെ വി ഫോർമേഷൻ വരുന്നുണ്ടോ? ഇല്ല. സോ പ്രൈസ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വി ഫോർമേഷൻ, പക്ഷേ പ്രൈസ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നൗ ലെറ്റ്സ് സീ. ഇത് 1 മിനിറ്റിൻ്റെ ഇതിലാണെന്ന് ഓർത്താണ്. ഓൾറൈറ്റ്, സോ ഇത് ക്രിയേറ്റ് ചെയ്തു. സോ അതിൻ്റെ ലോ പോയി എടുത്തു അല്ലേ, ലിക്വിഡേറ്റ് ചെയ്തു. വി ഫോർമേഷൻ ആണോ? അല്ല. സോ നൗ ഇത് വി ഫോർമേഷൻ പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് താഴോട്ട് വരണം. ബിക്കോസ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടാം, അത് മറന്നു പോകരുത്. അതായത് ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പം ഇത് ചലഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ വി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഈ റേഞ്ചിന് ഒരു ലിക്വിഡിറ്റി വേണം. അപ്പോൾ നമുക്ക് 3 പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി വേണം. ഓൾറൈറ്റ്, ഇതിനൊരു ലിക്വിഡിറ്റി ഉണ്ട്, റൈറ്റ്, ഇതിനൊരു ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. പിന്നെ ഇതിന് ബോട്ടം ഒറിജിനൽ മൂവിന് ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ദാറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദ വോളിയത്തിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് റീഡ് ചെയ്യാം. പതുക്കെ പഠിച്ചു വരണം. ഓക്കെ, അപ്പോൾ വോളിയത്തിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പം ഇതാണ് ഇതിൻ്റെ റിയൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ഡിലീറ്റ് ദിസ് ഡ്രോയിങ്. ഓക്കെ, നൗ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും
ഇത് കയറി ചലഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഇതൊരു വി, ഇതും ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. സോ ഇറ്റ്സ് നോട്ട് വി. സോ നെക്സ്റ്റ് യാ സി നൗ ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൈസ് വി വരെ വന്നു, റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ശേഷം ആ റേഞ്ചിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല അല്ലേ, എന്നാലേ നമുക്ക് മുകളിലോട്ട് പോകുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് പോയി ഒരു റാൻഡം മൂവ്മെൻറ്റ് നടത്തി, ഓക്കെ, പ്രൈസ് വീണ്ടും പോകുന്നു. സോ നെക്സ്റ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ, അതിനുശേഷം പ്രൈസ് റേഞ്ച് ചെയ്യുന്നു. സോ വെരി ഗുഡ്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് എഗെയിൻ ഒരു വി ഫോർമാസി, പ്രൈസ് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, റൈറ്റ്. സി ഇവിടം വരെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തോ ഇല്ല. അപ്പോൾ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് നേരെ താഴോട്ട് വരുവാണ് അല്ലേ, ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെയാണ് ഒരു വലിയ വോളിയം ക്യാൻഡിൽ വന്നു. സോ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തി എന്താണ്, വോളിയം ക്യാൻഡിൽ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിക്കണം, ഒന്നെങ്കിൽ ഇതിന് 50%, റൈറ്റ്. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു കാര്യം വിട്ടുപോയി പറയാം. ആ കഴിഞ്ഞ സെറ്റപ്പിനകത്തെ വോളിയം ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വെച്ച് നമ്മൾ നോക്കിയില്ല അല്ലേ. ഓക്കെ, ഞാൻ അതുകൂടെ പറയാം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതൊരു റേഞ്ച്. സോ ഇത് അതിന് 50% ഇത് നമ്മളെ സംബന്ധിച്ചൊരു 50%. ഇതിൻ്റെ ലിക്വിഡേഷൻ ഇതിൻ്റെ ഒരു ടാർഗറ്റ് ലെവൽ. നൗ ഈ പർട്ടിക്കുലർ വോളിയത്തിൻ്റെ 50% നമ്മളിവിടെ നോക്കും. ഇത് നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റാണ്. സോ നമ്മളെ സംബന്ധിച്ച് എൻട്രി ചെയ്താൽ 48, 58, 59, 64. ഓക്കെ, നമുക്ക് ഏകദേശം എത്ര പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ഇവിടെ വരെ വരുവാണെങ്കിൽ 16 പോയിന്റ് ഉണ്ട് അല്ലേ. ഏകദേശം 16 പോയിന്റോളം നമുക്ക് ടാർഗറ്റ് ഉണ്ട്. സോ 16 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കരുത് ഇതൊന്നും ഇല്ലല്ലോ 16 പോയിന്റ് എന്ന് വിചാരിക്കരുത് അല്ലേ. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഗ്രാൻഡ് ഫാദർ ലെവലിലുള്ള ഇതാണ്, ഗ്രാൻഡ് ഫാദർ ചൈൽഡ്. അതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. 3 ജനറേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിഫ്റ്റി ഈസ് എ ഗ്രാൻഡ് ഫാദർ ആൻഡ് സെക്ടറൽ ഇൻഡെക്സ് ഈസ് എ ഫാദർ ആൻഡ് സ്റ്റോക്ക് ഈസ് എ ചൈൽഡ്, റൈറ്റ്. 3 രീതിയിലല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് 3 ജനറേഷൻ മോഡൽ. അതിനകത്ത് നിഫ്റ്റി ഈസ് ഈക്വൽ ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓർ സെക്ടറൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈസ് ഈക്വൽ ടു ഫാദർ ആൻഡ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, ചൈൽഡ്, റൈറ്റ്. അപ്പോൾ ഇതാണ് 3 ജനറേഷൻ എന്ന് പറയുന്നത്. ഈ 3 ജനറേഷനകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സംഭവം ഏതാണ്, നിഫ്റ്റിയാണ്, ഗ്രാൻഡ് ഫാദർ അല്ലേ, ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് സെക്ടറൽ ഇൻഡെക്സ് വരുന്നത്. സെക്ടറൽ ഇൻഡെക്സ് ഇൻ ദ സെൻസ് നിഫ്റ്റി IT, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൺസ്യൂമർ ഇൻഡെക്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, അതെല്ലാം അതിന് സബായിട്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് എല്ലാം വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3 ജനറേഷൻ എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് OTM ഓപ്ഷൻസിനകത്ത് ഓൾറൈറ്റ് ഇവിടുത്തെ മൂവ്മെൻറ്റിനകത്ത് വരുമ്പോഴത്തേനും അവിടെ ഒരു 5-8 പോയിന്റ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിൽ ഹ്യൂജായിട്ട് നടക്കും, മനസ്സിലായോ. അപ്പം ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 പോയിന്റ് 10 പോയിന്റ് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക്കും ഇല്ല, മനസ്സിലായോ. OTMനകത്ത് അത് നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം. ഓരോന്നോരോ നമ്മൾ പഠിച്ച് പോകുമ്പോഴത്തേനും ഓപ്ഷൻസിൻ്റെ ഇത് എനിക്ക് കറക്റ്റ് ലൈവ് കാണിച്ചു തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് തരാം. ഓൾറൈറ്റ്, നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് കാണുന്നത്, ഇത് നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആക്ച്വലി, റൈറ്റ്. ബിക്കോസ് ഇവിടെ അത്രമാത്രം വോളിയം, ഈ സെല്ലിംഗ് വോളിയം വന്നിട്ടുണ്ട്, അത് ലിക്വിഡേഷൻ വോളിയം ആയിരുന്നു. പക്ഷേ ഈ സെല്ലിംഗ് വോളിയത്തിന് ശേഷം ഹ്യൂജ് വോളിയം ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല. സോ ഇവിടെ വന്നിട്ടുണ്ട്, അതെവിടെയാണ് നടന്നിരിക്കുന്നത്, ഇവിടെയാണ്. ഈ ലിക്വിഡിറ്റി ബ്രീച്ച് ഔട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആയി കഴിഞ്ഞു, മനസ്സിലായോ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇത് നമ്മൾ അത്രയും ഇത് കൊടുക്കേണ്ട. കാരണം ഇവിടെ നിന്നുള്ള ബൈങ് എന്ന് പറയുന്നത് ആക്ച്വലി അത്രയും ഇത് വന്നിട്ടില്ല, വോളിയം വന്നിട്ടില്ല. സി ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ നോക്കുകയാണെന്ന് വിചാരിച്ചോ, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇവിടെ നിന്ന് ഇവിടെ വരെ നോക്കുകയാണെന്ന് വിചാരിച്ചോ. എവിടെയാണ് വോളിയം വന്നിരിക്കുന്നത്, ഇവിടെ തൊട്ടാണ് വോളിയം വന്നിരിക്കുന്നത്. നാച്ചുറലി ഇവിടെ നിന്ന് ഒരു 2 എണ്ണം കൂടെ പുറത്തിടാം. എങ്കിൽ പോലും ഇതിൻ്റെ POC ലൈവ് വന്നിരിക്കുന്നുണ്ടോ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോർഷനാണ്, ഈ ഒരു മൂവ്മെൻറ്റിനകത്ത് അല്ലേ, ഹയർ ലെവലിലാണ്. സോ പ്രൈസ് ഇതിനെ താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടം ലൈൻ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇറ്റ്സ് ഓൾറെഡി ലിക്വിഡേറ്റഡ് അല്ലേ. മോർ ദാൻ അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു, അതിനെക്കാട്ടിലും കൂടുതൽ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ ഈ മൂവ്മെൻറ്റ് കൊണ്ട്. സോ പ്രൈസ് നേരെ തിരിച്ച് മുകളിലോട്ട് വരുമോ ഇല്ലയോ, വന്നോ ഇല്ലയോ. സി ആ കംപ്ലീറ്റ് ക്യാൻഡിലും മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് നേരെ മുകളിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. നോ ലെറ്റ്സ് സി, ഇവിടെ നമ്മൾ ഏത് സെറ്റപ്പാണ് കണ്ടത്, ഇത് ഈ സെറ്റപ്പ് അല്ലേ, ഇവിടെ വെച്ച് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും സി വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാമോ, അതായത് വോളിയം നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വെച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എക്സാക്ട്ലി ഇവിടെ നിന്ന് ഇവിടെ വരെയും പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും എക്സാക്ട്ലി എന്താണ് അവിടെ നടന്നത് അത് മാത്രമേ ഈ ആ ഒരു ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് കൃത്യം അവിടെ കാണിച്ചു തരും. ഇവൻ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് വോളിയം വേറെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ്മെൻറ്റ് നടത്തി. അപ്പം ഏത് ഇൻഡിക്കേറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടം വരെ വെച്ചിട്ട് ആ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ഇപ്പോൾ RSI അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ പിവോട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും നമ്മൾ പ്ലോട്ട് ചെയ്ത് ഇവിടെ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളതെന്ന് വിചാരിക്കും. അതിനുശേഷം നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ട് നോക്കി കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നമുക്കൊരു വാല്യൂ കാണിക്കും. ഓൾറെഡി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരെയുള്ളത്. അതിനുശേഷം മാർക്കറ്റ് മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് പോയതിന് ശേഷം സെയിം സംഭവം മാർക്കറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സെയിം ഇൻഡിക്കേറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട വാല്യൂ അല്ല രണ്ടാമത് കാണിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് റീകാൽക്കുലേറ്റിംഗ്. മനസ്സിലായോ?
അപ്പോൾ അതാണ് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. FLOW അല്ല, FLAW മനസ്സിലാക്കണം. ഓക്കെ, FLAW കുഴപ്പം എന്നുള്ള രീതിയിൽ, പരിമിതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്ലോ. മറ്റേത് ഫ്ലോ ആണ്, നമ്മൾ വാട്ടറിൻ്റെ ഫ്ലോ, FLOW. ഇതാണ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈഫ്, അണ്ടർസ്റ്റാൻഡ് ലൈഫ് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്ലോ, കറണ്ട് ഓഫ് ദ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്, ഇറ്റ് ഇസ് ഫ്ലോ. സോ പരിമിതി ഉള്ളപ്പം ഐ എം ടെലിംഗ് ഫ്ലോ, FLAW ഫ്ലോ, ബിക്കോസ് അത് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്, പരിമിതി. ഓക്കെ, അപ്പം ഈ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ സംഭവത്തിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല, ബിക്കോസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെവലപ്ഡ്. ഓക്കെ, നോ ദാറ്റ്സ് സംതിങ് ന്യൂ ഫോർ യു. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പിടികിട്ടിയില്ലേ. അപ്പം എവിടെയാണ് ഈ ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്? ആക്ച്വലി ഈ ഒരു റേഞ്ചിലാണ്. കണ്ടോ, മനസ്സിലായോ? അപ്പം ഇതിൻ്റെ 50% നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഇത് നോക്കുമ്പോഴും നമുക്ക് ഈ വോളിയം ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ ഏത് വോളിയം ബൈ പ്രൈസ്, നോട്ട് ബൈ ടൈം. It is, of course, it is time, volume by time, but volume by price is something different. അണ്ടർസ്റ്റുഡ്? അപ്പം വോളിയം ബൈ പ്രൈസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്ന ഏരിയയിൽ പ്രൈസ് റിവേഴ്സിൽ വരുമ്പം ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ടച്ച് ആൻഡ് റിവേഴ്സ് ആൻഡ് എഗിൻ ഇറ്റ് വിൽ ഗോ അപ്പ്. അതിൻ്റെ ഡിസൈഡ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലോട്ട് അത് വേണേൽ തിരിച്ച് കയറി പോയെന്നൊക്കെ ഇരിക്കാം. അതൊരു പ്രശ്നമല്ല. എങ്കിൽ പോലും അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ബൈ 50% വേണോ എന്നുള്ളത് ബ്ലൈൻഡ്ലി ഡിസൈഡ് ചെയ്യാതെ യു ക്യാൻ പ്ലോട്ട് FRBP ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ ഗുഡ് ടാർഗറ്റ് ഫോർ യു. മേ ബി ഇതായിരിക്കും നമ്മൾ അന്നേരം അവർ ടാർഗറ്റ് ആയിട്ട് കാണുന്നത്. കറക്റ്റ് 80,000 ഇവിടെ വന്നിട്ടുണ്ട്, 97,000 വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 97 ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. സോ ഇറ്റ് മേ നോട്ട് ബി എക്സാക്ട്ലി 50%. ഇഫ് യു ആർ മാർക്കിംഗ് 50%, then what happens? It is a blind. But now when you plot, ഇവിടെ നമ്മൾ ഒരു സംഭവം കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നതിന് ശേഷം ആ മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു വോളിയം ബൈ പ്രൈസ് എവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്, ഹോപ്പ്ഫുള്ളി പ്രൈസ് അവിടെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് ആൻ എഡ്ജ് ഇൻ ദ മാർക്കറ്റ്, അതർവൈസ് യു ആർ ഗാംബ്ലിംഗ്. അണ്ടർസ്റ്റുഡ്? സോ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ക്രിയേറ്റ് യുവർ ഓൺ സെറ്റപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിംഗ് മീ. അണ്ടർസ്റ്റുഡ്? സം കമൻസ് ഒക്കെ കാണുന്നത് എന്താണ്? എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ്. സോ നോളജ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ആൻ എനിമി ഫോർ യു. നോളജ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? നോളജ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കിട്ടുന്ന നോളജിനെ എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് അതിനല്ലേ നമുക്ക് ഹ്യൂമൻ ബ്രെയിൻ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഇതിൽ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ഓരോന്ന്, എവിടെ എന്ത് ചെയ്യണം, എവിടെ എന്ത് ചെയ്യരുത്. റൈറ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രേഡിംഗ്. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ് ഇപ്പോൾ പിടിയിട്ട്? എവിടെ എന്ത് ചെയ്യണം, എവിടെ എന്ത് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ നോളജ്, അല്ലേ? ആ നോളജ് എന്താണ്? വോളിയം ഇവിടെ ഇത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും യു നോ ദാറ്റ് പ്രൈസ് മേ റിയാക്ട് ഫ്രം ദിസ് ഏരിയ എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ആ ഏരിയയിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. സോ റാൻഡം ലെവൽസ് ഈസ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എല്ലാ ലെവലിലും FRBP പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ട് ഈ എളുപ്പമല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ബട്ട് യുവർ റിസ്ക് ഈസ് ഹൈ, അല്ലേ? റിസ്ക് ഈസ് ഹൈ. സോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഫ്ലിപ്പ് ചെയ്ത് റിസ്ക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവസരം കൊടുക്കരുത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ മാർക്കറ്റ് ഈസ് ഫ്ലോയിങ് ലൈക്ക് വാട്ടർ. അണ്ടർസ്റ്റാൻഡ്? ലൈഫ് ഈസ് ഓൾസോ ഫ്ലോയിങ് ലൈക്ക് വാട്ടർ. ബിക്കോസ് നമുക്ക് ഇമോഷണൽ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകും, അല്ലേ? നമുക്ക് സങ്കടം ഉണ്ടാകും, നമുക്ക് ദുഃഖം ഉണ്ടാകും. മാർക്കറ്റ് ഇതുകൊണ്ട് സന്തോഷമുണ്ട്. റൈറ്റ്? സങ്കടം വരും, സന്തോഷം വരും. ജീവിതം ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്, അല്ലേ? ജീവിതത്തിൽ നമുക്ക് സങ്കടം വരും, സന്തോഷം വരും. ജീവിതത്തിൽ ഹ്യൂമൻ ലൈഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, റൈറ്റ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഇറ്റ് ഇസ് ദാറ്റ്സ് കോൾഡ് ലൈഫ്. വിത്തൗട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ദർ ഇസ് നോ ലൈഫ്, അല്ലേ? എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാത്തിനകത്തും, അല്ലേ, ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ്? ഈവിൾ ആൻഡ് ഹോളി, അല്ലേ? ഹോളി ആൻഡ് ഈവിൾ രണ്ടും ഉണ്ട്, റൈറ്റ്? സോ നമ്മളെല്ലാം നോക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു പെയറായിട്ടുള്ള സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് എന്താണ്? ഹ്യൂജ് വോളിയം ആൻഡ് സ്മോൾ വോളിയം, റൈറ്റ്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. സോ ഇഫ് ദർ ഇസ് ആൻ ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ, റൈറ്റ്? ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ട്. സോ ലൈഫ്, അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ. മനസ്സിലായോ? ഈ പറയുന്ന സെൻറ്റൻസിനെല്ലാം അതിനൊരു ഡീപ്പ് മീനിങ് ഉണ്ട്. സോ ഞാൻ നിങ്ങളെ ഇറ്റ് ഇസ് നോട്ട് മാനിപ്പുലേറ്റിംഗ്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ലൈഫിനെയല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് യു ആർ എക്സ്പീരിയൻസിങ് ആൻഡ് ലേണിംഗ് ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് ആൻ എഡ്ജ് ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെസൺ. ഇന്നലെ ഈ ലെസൺസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.